ഗൈസ്, വെൽക്കം, വണക്കം. എമ്പുരാൻ കണ്ടു. പലരുടെയും ചോദ്യമാണ്, പ്രതീക്ഷിച്ചത് പോലെയാണ്. ഇൻസ്റ്റാഗ്രാമിനകത്ത് ഞാൻ ഈ പടം കണ്ടു, അടിപൊളിയാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ആൾക്കാർ ചോദിക്കുന്നു, കൊള്ളാമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ. ഞാൻ ആദ്യം തന്നെ എല്ലാ പ്രേക്ഷകരോടും പറയുന്നു, നിങ്ങൾ ഒരു കാരണവശാലും ഇത് തിയേറ്ററിൽ പോയി കാണാതിരിക്കരുത്, മിസ് ചെയ്യരുത്. കാരണം ഇത് പടം കാണാതെ ഒരു കാരണവശാലും ഇത് ആൾക്കാർക്ക് ഇത് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് പറയാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു വ്യക്തിപരമായ അഭിപ്രായം കണ്ടിട്ട് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ ഇത് സിനിമ കാണാതിരിക്കരുത്. ബിക്കോസ് ഇത് മൂവി വർത്ത് വാച്ചാണ്. അതിനകത്ത് ആകെ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലൂസിഫർ കണ്ടിട്ട് ആ ലൂസിഫറിൻ്റെ അതേ കാര്യം ഇതിനകത്ത് പ്രതീക്ഷിച്ച് പോയിക്കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഈ പ്ലോട്ട് ശരിക്കും ഡ്രാമാറ്റിക്കലാണ്. അത് വളരെയധികം പൊളിറ്റിക്സ് വരുന്നുണ്ട്, ക്രൗഡഡ് കോണ്ടന്റ് ആണ്. അതായത് നമ്മൾ ലൂസിഫറിനകത്ത് കണ്ടിട്ടുള്ള ലാലേട്ടൻ എന്ന് വെച്ചാൽ എന്താ പറയുക, ഒരു വേറെ ലെവൽ റേഞ്ചിൽ ഉള്ളൊരു സംഭവമാണ്. ഒരു അൾട്ടിമേറ്റ് ആ ഒരു കഥാപാത്രത്തിൽ കോൺസെൻട്രേറ്റഡ് ആണ്. അതായത് ഓൺലി ലാലേട്ടൻ എന്നുള്ള ആ ഒരു കഥാപാത്രത്തിൽ കോൺസെൻട്രേറ്റഡ് ആണ്. അതിന് തുടക്കം മുതൽ അവസാനം വരെ ആ മാസിലൂടെ കടന്നു പോകുന്ന ലൂസിഫർ. എന്നാൽ L2, അതായത് എമ്പുരാൻ വരുമ്പോഴേക്കും ഓൾറെഡി ഇതിൻ്റെ ക്രൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് എബ്രാം ഖുറേഷിയുടെ കാര്യം, അതുപോലെ തന്നെ മസൂദ് എന്ന് പറയുന്ന നമ്മുടെ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ അടക്കമുള്ള പല ആൾക്കാരുടെയും പലതും റിവീൽ ചെയ്യുന്നൊരു ഭാഗമാണ് ഈ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പല ദേശ കാലഘട്ടത്തിൽ കടന്നു പോകുന്നതാണ്. നോൺ ലിനിയർ ആണ് സിനിമ. അതായത് ഒരേ രീതിയിലല്ല പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തുടക്കം നമ്മളെ കാണിച്ച് നിർത്തുന്ന സ്ഥലത്തേക്കൊക്കെ എത്തുന്നത് പിന്നീടാണ്. അത് നോൺ ലിനിയർ ലെവലിൽ തന്നെ സിനിമ എടുത്തേക്കുന്നു. പിന്നെ പറയാതിരിക്കാൻ വയ്യ, എന്തൊരു ക്വാളിറ്റിയാണ് മേക്കിങ്ങിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ടോപ്പ് നോച്ച് എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, ഒരു ബിഗ് ഹാറ്റ്സ് ഓഫ്. കാരണം പൃഥ്വിരാജ് എന്നുള്ളൊരു സംവിധായകൻ നമ്മുടെ മുമ്പിൽ 2 സിനിമ എടുത്തിട്ടുണ്ട്. നമ്മൾ ലൂസിഫർ കണ്ടതാണ്, ബ്രോഡാഡി കണ്ടതാണ്. പക്ഷേ അതൊന്നും അല്ല അളിയൻ്റെ പണ്ണലെന്ന് ഈ ഒരു സിനിമ തെളിയിച്ചിട്ടുണ്ട്. കാരണം ഇതിനകത്ത് ചില സീൻസൊക്കെ ഉണ്ട്, എൻ്റെ പൊന്നുമോനെ, എനിക്കറിയത്തില്ല, അഡ്രിനാലിൻ റഷ് തന്നെയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് ആക്ഷൻ സീക്വൻസ് ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ ഒരു എൻ്റയർ പാർട്ടിൽ ഒരു 25% മാത്രമായിരിക്കും ആക്ഷൻ സീക്വൻസ് വരുന്നത്. പക്ഷേ ആ 25% ആക്ഷൻസും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ദീപക് ദേവിൻ്റെ ആ ഒരു BGM ഒക്കെ കൂടെ വരുന്ന സമയത്ത് അതിൻ്റെ റേഞ്ച് തന്നെ മാറ്റുന്ന രീതിയിലേക്ക് തന്നെയാണ്. തുടക്കം മുതൽ അങ്ങനെ ഒരു സംഭവം നമ്മൾ എപ്പോഴും റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതാ പറഞ്ഞാൽ ഡ്രാമാറ്റിക്കലാണ്. കാരണം ഇന്ത്യൻ പൊളിറ്റിക്സ്, കേരള പൊളിറ്റിക്സ്, ഇതിൽ വളരെയധികം ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഇതിനകത്ത് കവർ ചെയ്ത് മറ്റേ ഒരു തരത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അഥവാ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഇന്ദിരാഗാന്ധി, അതുപോലെ തന്നെ ആ ഒരു കോൺഗ്രസ് കുടുംബത്തിൻ്റെ അകത്ത് നടക്കുന്ന കാര്യം, ഈ വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന പല കലാപങ്ങളും, അഥവാ നമ്മുടെ ഹൈന്ദവ ഇസ്ലാം ആ ഒരു ടെററിസ്റ്റ് അല്ല, ഈ കലാപങ്ങളുണ്ടല്ലോ, മതപരമായിട്ടുള്ള കലാപങ്ങൾ, ആ ലഹളകളടക്കം ഒക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഗുജറാത്ത് കലാപമൊക്കെയാണ്, അതുമായിട്ട് കണക്ട് ചെയ്തൊക്കെ വരുന്നുണ്ട്. അതിനകത്ത് ചില സിംബോളിക്കായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഞാൻ പറയുന്നില്ല, അതൊക്കെ നിങ്ങൾ കണ്ട് തന്നെ എക്സ്പീരിയൻസ്. അതാണ് പറഞ്ഞത്, ഒരുപാട് ക്രൗഡുണ്ട്, കോണ്ടന്റുകളുടെ ക്രൗഡുണ്ട്. അതായത് ഇതൊരു ആക്ഷൻ പടമായിട്ട് മാത്രം എടുക്കാനാണെങ്കിൽ ഇത് വളരെ സിമ്പിളായിട്ട് ചിലപ്പോൾ പൃഥ്വിരാജിന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ആസ് എ ഡയറക്ടർ പുള്ളിക്കാരൻ ശരിക്കും പറഞ്ഞാൽ മുരളി ഗോപിയുടെ ആ സ്ക്രിപ്റ്റ് അറിയാമല്ലോ, സ്ക്രിപ്റ്റ് എത്രമാത്രം ഉയർന്നു നിൽക്കുന്ന സ്ക്രിപ്റ്റാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്ഷൻ എത്രമാത്രം ഇതാണെന്നുള്ള കാര്യം. ലാലേട്ടൻ എന്നുള്ളൊരു വ്യക്തിക്ക് ഇതിനകത്ത് ഇപ്പം പൃഥ്വിരാജിന് ഒത്തിരി സ്പേസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലാലേട്ടൻ്റെ സ്പേസ് നമ്മുടെ ലൂസിഫറിനെ അപേക്ഷിച്ചിട്ട് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടോ നമുക്ക് തോന്നും. അതിന് കാരണം ഇതിനകത്തുള്ള മറ്റ് കഥാപാത്രങ്ങൾക്ക് കൂടുതൽ സ്ക്രീൻ ടൈം ഇതിനകത്ത് പ്രസൻസ് കൊടുക്കുന്നുള്ളത് കൊണ്ട് തന്നെയാണ്. തുടക്കം മുതൽ വരുന്ന നമ്മുടെ സിനിമയിലെ ഹിന്ദി പടം പോലെ തോന്നിപ്പിക്കുമെന്ന് പൃഥ്വിരാജൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് തുടക്കം ആ ഒരു തരത്തിൽ തന്നെയാണ്. അതിൻ്റെ നറേഷൻ പാർട്ട് വളരെ ഗംഭീരമായിട്ടുള്ള നറേഷൻ. അതിനുശേഷം വരുന്ന ഓരോരോ കാര്യങ്ങളുടെ അകത്ത് നമ്മളെ പിടിച്ചിരുത്തുന്ന തരത്തിലേക്ക് തന്നെയാണ് ഈ ഒരു സിനിമ പോകുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഡ്രാമാറ്റിക്കൽ ഇവൻസ് ആണ് കുറച്ചധികവും ഈ നമ്മുടെ എമ്പുരാൻ സിനിമയ്ക്കകത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആക്ഷൻ ഇല്ലല്ലോ എന്ന് ആക്ഷന് മാത്രം പ്രതീക്ഷിച്ച് പോകരുത്. നിങ്ങൾ വളരെ എന്താ പറയുക, ഈ ഒരു അവർ പറഞ്ഞതുപോലെ ഇതിൻ്റെ പഴയ ഒരു ചരിത്രം, ആരാണ് ഈ എബ്രാം ഖുറേഷി എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു ചരിത്രം, അതിനകത്തുള്ള കാര്യങ്ങൾ, പിന്നെ ക്യാമിയോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ നിങ്ങളെല്ലാവരുടെയും പ്രതീക്ഷയും ചിന്തയും. അതെല്ലാം വളരെ വ്യക്തമായി വരച്ചു കാട്ടി തരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു അടുത്ത പാർട്ട്, നെക്സ്റ്റ് പാർട്ട് വരും എന്നുള്ളൊരു കാര്യം നമ്മുടെ സൂചിപ്പിച്ചുകൊണ്ടിട്ടാണ് ഈ ഒരു സീസൺ 2 അഥവാ നമ്മുടെ എമ്പുരാൻ L2 ഇവിടെ അവസാനിക്കുന്നത്. മൊത്തത്തിൽ എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ സിനിമാറ്റോഗ്രഫി വേറെ ലെവൽ, എഡിറ്റിംഗ് രക്ഷയില്ല. അതിൻ്റെ കളർ ഗ്രേഡിങ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ എടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ സത്യം പറഞ്ഞാൽ ഹോളിവുഡ് മൂവിയിലൊക്കെ കാണുന്ന തരത്തിൽ ഒരു മലയാള സിനിമ ഇറക്കി എന്നുള്ള കാര്യമാണ്. അത്രയും ടെക്നിക്കലി നമുക്ക് എങ്ങനെയാണ് അത് പറയുക, അത്രയും വളരെ ടോപ്പിലാണ് സിനിമ എടുത്തിട്ടുള്ളത്. പിന്നെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ മ്യൂസിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീപക് ദേവിൻ്റെ എന്ന് വെച്ചാൽ
ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളൊക്കെ ഒരു 80% എനിക്ക് വർക്കായി, 80% വർക്കായി. ചില സ്ഥലങ്ങളിലെങ്കിലും ചില സ്ഥലത്തുള്ള ഒരു മ്യൂസിക്കിൻ്റെ അകത്തുള്ള കാര്യങ്ങളുടെ അകത്ത് എനിക്ക് വ്യക്തിപരമായിട്ട് ചില സ്ഥലങ്ങളിൽ ഇത് കൂടെ കുറച്ചുകൂടെ ആവാമായിരുന്നു നമുക്ക് തോന്നുമല്ലോ, നമുക്ക് അറിഞ്ഞുകൂടെങ്കിലും നമ്മൾ പറയുമല്ലോ ഇങ്ങനെ ആയിരുന്നല്ലോ. പക്ഷേ ഓൾ ഓവർ ഈ ഒരു സംഭവം, പിന്നെ എമ്പുരാൻ എന്നുള്ള സംഭവം, സിന്ദ എന്നൊക്കെ പറയുന്ന ആ ഒരു സാധനമൊക്കെ വരുന്ന സമയത്ത് ഇത് മൊബൈൽ ഫോണിൽ കേട്ട സമയത്ത്, ഹെഡ്സെറ്റ് വെച്ച് കേട്ട സമയത്ത് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എങ്ങനെ ആയിരിക്കും എന്നൊരു ചിന്ത അപ്പോഴുണ്ടായിരുന്നു. എൻ്റെ മോനെ ആ സ്ഥലങ്ങളെല്ലാം രോമം ഇങ്ങനെ എണീറ്റ് നിൽക്കുന്നു. എനിക്കാണെങ്കിൽ ഇങ്ങനെ പിടിച്ച് ഞാൻ എല്ലാവരും ഇങ്ങനെ തിരിഞ്ഞൊക്കെ നോക്കി, അപ്പോഴേക്കും നമ്മുടെ ദേഹത്തൂടെയൊക്കെ ഇങ്ങനെ പേപ്പർ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെയാണ്. പിന്നെ ലാലേട്ടൻ്റെ ഒരു അറൈവലൊക്കെ ഉണ്ട്, അതൊക്കെ വേറെ ലെവൽ തന്നെയാണ്. ഞാനതാ പറഞ്ഞേ, ചിലതൊക്കെ എടുത്ത് നമ്മൾ അറിയാതെ പോലും വായിൽ നിന്ന് വീഴാൻ പാടില്ല, കാരണം നിങ്ങൾ അനുഭവിച്ച് തന്നെ അറിയണം. ചില ഷോട്ടുകൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനകത്തുള്ള ഭയങ്കരമായിട്ടുള്ള നമ്മുടെ ഉദ്വേഗജനകത്തിലാവുമല്ലോ, നമ്മുടെ ഭയങ്കരമായിട്ട് നമ്മളിപ്പോൾ എന്തോ ഒരു സംഭവം നടക്കും എന്നുള്ളൊരു പ്രതീക്ഷ നൽകുന്ന ചില മൊമെൻറ്റ്സ് ഒക്കെ, ഉദ്വേഗജനകമായിട്ടുള്ള മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ പല രാജ്യങ്ങളിലാണ് ഇതിൻ്റെ ഷൂട്ട് നടന്നിട്ടുള്ളത്. കാരണം പറഞ്ഞല്ലോ, വിദേശ രാജ്യങ്ങളിലടക്കം പല സ്ഥലങ്ങളിലേക്ക് ഷൂട്ട് നടന്നിട്ടുണ്ട്. അതാ പറഞ്ഞേ, ഈ സിനിമ ഇവിടെ നിൽക്കുന്നില്ല, ഇവിടെ നിന്ന് പുറത്തേക്ക് സഞ്ചാരം ഒത്തിരി സമയങ്ങളിൽ അതൊക്കെ കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് വന്നു പോകുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ട ഒരു സംഭവങ്ങളെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് എടുത്തു പറയത്തക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മലയാളത്തിലാണെങ്കിൽ ബൈജു ചേട്ടൻ്റെ അഭിനയം, പിന്നെ അതുപോലെ തന്നെ ബൈചേട്ടൻ്റെയൊക്കെ കോമഡിയൊക്കെ ചെറിയ കൗണ്ടർ പോലത്തെ കോമഡികളൊക്കെയാണ്. ചില കാര്യങ്ങളിലൊക്കെ നമ്മളെ ഈ പ്രേക്ഷകൻ്റെ മൈൻഡിലൂടെ കടന്നു പോകുന്ന രീതിയിലൊക്കെയാണ് ആ പുള്ളിയുടെ സംഭവം വരുന്നത്. പിന്നെ ഗോവർദ്ധൻ പുള്ളിയുടെ കാര്യം, നമ്മുടെ ഇന്ദ്രജിത്തിൻ്റെ കഥാപാത്രവും കുറച്ച് കൂടുതൽ, മുമ്പൊക്കെ ആണെങ്കിൽ കുറച്ച് മാത്രമേ ഉള്ളെങ്കിൽ ഇതിപ്പം കുറച്ച് കൂടുതൽ ഡയറക്റ്റ്ലി ഇതിനകത്ത് ഇൻവോൾവ് ആവുന്ന രീതിയിലേക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞു കണക്കിന് മറ്റൊരു തരത്തിൽ ഇപ്പം ഇലുമിനാറ്റി എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഇത് രാഷ്ട്രീയം, അതുപോലെ തന്നെ നമ്മുടെ സാമുദായിക രാഷ്ട്രീയം, കേരളത്തിലെ രാഷ്ട്രീയം, ഇതിൻ്റെ അപ്പുറത്തേക്ക് മറ്റെന്തോ കാര്യങ്ങളുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന അതിൻ്റെ ഫണ്ടിങ് പരിപാടികളൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ള അടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഇതിനകത്തൊരു ചരിത്രം, അതാണ് ഞാൻ പറഞ്ഞത്, നോൺ ലീനിയർ പാർട്ടിലൂടെ വരുന്ന തുടക്കം, ആ തുടക്കത്തിൽ നിന്ന് ഇങ്ങോട്ട് ഫ്ലാഷ് ബാക്കുകളിൽ നിന്നും അതിൻ്റെ കണ്ടന്റിലേക്ക് കണക്ട് ചെയ്ത് വരുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ ഞാൻ പൂർണ്ണമായും എനിക്കിഷ്ടപ്പെട്ടു. ഒരു കാരണവശാലും നിങ്ങൾ ലൂസിഫറിനെ പോലത്തെ ഒരു സിനിമ ആണ് എമ്പുരാനെന്ന് വിചാരിച്ച് പോകരുത്. കാരണം ഇത് ശരിക്കും ഒരു കഥയാണ്, മൊത്തത്തിൽ കഥയിലൂടെ പോകുന്ന ഒരു സാധനമാണ്. സ്ക്രിപ്റ്റ് നമ്മുടെ മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റ്, അത് വേറൊന്നും പറയാനൊന്നുമില്ല. കാരണം പല ഭാഷകൾ ഇതിനകത്ത് വന്നു പോകുന്നുണ്ട്, അതെല്ലാം അടിപൊളിയായിട്ട് തന്നെ പോയിട്ടുണ്ട്. പല ഭാഷയിലുള്ള ആൾക്കാർ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്, അതിനകത്തെല്ലാം അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു മദാമയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, എന്താ പറയുക, പൊളിയായിട്ടുണ്ട് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹിന്ദിക്കാരൻ ചേട്ടന്മാരുടെ അഭിനയവും ഒക്കെ വേറെ ലെവൽ. നമ്മൾ അത്രത്തോളമൊക്കെ അവർ അതിവൈകാരികമായിട്ടൊക്കെ തോന്നിപ്പിക്കുന്ന തരത്തിലേക്കൊക്കെ ഇങ്ങനെ മുഖമൊക്കെ മാറ്റിപ്പിച്ച് ആ ഒരു തരത്തിലേക്കുള്ള മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട്, മനസ്സിലായില്ലേ? അതെല്ലാം ഒന്നും പറയില്ല. പിന്നെ സെറ്റ് ഇട്ടയക്കുന്നതാണെങ്കിലും മറ്റുള്ള ഈ വളരെ വലിയൊരു ക്രൗഡ് ജനറേറ്റ് ചെയ്തിട്ട് അതിനെ വെച്ചിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്തേക്കുന്നതാണെങ്കിലും അതിനകത്ത് മൾട്ടി ഡയമെൻഷനിലായിട്ടുള്ള ക്യാമറ ആംഗിൾ ഷൂട്ട്സ് ഒക്കെ വന്നേക്കുന്ന സാധനം, ഷോട്ടുകളുടെയൊക്കെ കളികളാണ്. ഷോട്ടുകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെയൊക്കെ മാറിപ്പോകുന്ന തരത്തിലേക്കുള്ള ഷോട്ടുകൾ. അത് പറഞ്ഞേ, മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് ഒക്കെയാണ്, ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ വേറെ ലെവലാണ്. പിന്നെ അതിനും അപ്പുറത്തേക്ക് പല നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ കണ്ട സിനിമകളുടെയൊക്കെ തോന്നിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഈ സ്ഥലങ്ങളിലുള്ള ഷോട്ടുകൾ ഒക്കെ ഓൾ ടുഗെദർ എല്ലാം കൊണ്ടും എനിക്ക് റിലേറ്റായി. ഇതിനകത്ത് എനിക്ക് മോശം പറയാൻ ഒന്നുമില്ല. കാരണം ചിലപ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ട് പറയും, ഇത് ഇപ്പം തന്നെ ചിലരൊക്കെ പറയുന്ന പോലെയൊക്കെ കമൻറ്റ് ബോക്സുകളിലൊക്കെ കാണുന്നുണ്ട്. അതായത് ഇത് ലൂസിഫർ അല്ലല്ലോ, ഇത് ലൂസിഫറേ അല്ല. ലൂസിഫറുമായിട്ട് നിങ്ങളത് കമ്പയർ ചെയ്യരുത്. നിങ്ങൾ വളരെ ഫ്രഷായിട്ട് പോയിരുന്ന് കാണുക. അത് എന്താണോ ആ പറയുന്നൊരു കാര്യം വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ സിനിമ ഇഷ്ടപ്പെടാതിരിക്കില്ല എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടും അടിപൊളി. ഓരോരോ കഥാപാത്രങ്ങളും ഓരോ ആൾക്കാരും വന്നു പോകുന്നതും, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, മഞ്ജു വാര്യർക്ക് കുറച്ചുകൂടെ ഇതിനകത്ത് സ്പേസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. സോ വന്ന ക്യാരക്ടേഴ്സ് എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് വളരെ നൈസായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പടം എന്തായിരുന്നാലും ഇത് നല്ല രീതിയിൽ ഓടും, നല്ല കളക്ഷൻ നേടും എന്നുള്ളതിന് യാതൊരു സംശയമൊന്നുമില്ല. നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ താഴെ നിങ്ങളുടെ കമൻറ്റ് ഇടുക, അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ.